ഗുസ്തിയിൽ അസാമാന്യ പ്രതിഭയായിരുന്ന വിനേഷ് ഫോഗട്ട് ഇന്നൊരു കണ്ണീരണിഞ്ഞ ഒരു ഓർമ്മയായി നമ്മുടെ മുമ്പിൽ അവശേഷിക്കുകയാണ്. ഗുസ്തി ജയിച്ചു, ഞാൻ തോറ്റു എന്നാണ് വിനേഷ് ഫോഗട്ട് അവസാനമായി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ആ വനിതാ രത്നം ഗുസ്തിയിൽ നിന്ന് വിരമിക്കാനുള്ള തീരുമാനവും എടുത്തു കഴിഞ്ഞു. 30 വയസ്സ് പ്രായമുണ്ട് വിനേഷിന്. ഇനിയൊരു ഒളിമ്പിക് എന്ന് പറയുന്നത് അടുത്ത 4 വർഷം കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ 34 വയസ്സാവും. അപ്പോൾ 34 വയസ്സിലൊക്കെ ഇനിയുള്ള മത്സരം എന്ന് പറയുന്നത്, അതുവരെ ശാരീരിക ക്ഷമതയൊക്കെ നിലനിർത്തുക എന്ന് പറയുന്നത് വളരെ വലിയൊരു വെല്ലുവിളിയാണ്. അപ്പോൾ ഇത്രയും നാൾ ആ കുട്ടി വളരെ കഷ്ടപ്പെട്ടാണ്, അതായത് 7ാം വയസ്സിൽ ഗോദയിൽ ഇറങ്ങിയാണ്, 23 വർഷം പിന്നിട്ടു എന്നുള്ളതാണ്. അതിനിടയിലുണ്ടായ നാടകീയമായ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ജൂനിയർ ഗുസ്തി താരങ്ങളോടും ഒക്കെ അതിൽ ഗുസ്തി ഫെഡറേഷൻ്റെ തലപ്പത്തുണ്ടായിരുന്ന ബ്രിജ് ഭൂഷൺ നടത്തിയിട്ടുള്ള ലൈംഗികമായിട്ടുള്ള ഉപദ്രവങ്ങൾ പുറത്തു പറയാൻ ധൈര്യം കാണിച്ച ഒരാളാണ് വിനേഷ് ഫോഗട്ട്. അത് പുറത്തു പറഞ്ഞതിനും വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിന് നടപടിയെടുക്കാൻ വേണ്ടി അവസാനം ഡൽഹിയിലെ തെരുവിൽ സമരം ചെണ്ടായിട്ട് വന്നു. അവിടെ ഡൽഹി പോലീസിൻ്റെ, അതായത് ഡൽഹി പോലീസ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പോലീസാണല്ലോ ഡൽഹി പോലീസ്, അവരുടെ തല്ലുകൊള്ളുണ്ടായിട്ട് വന്നു വിനേഷ് ഫോഗട്ടിന്. ആ പെൺകുട്ടിയെ തെരുവിലൂടെ വലിച്ചഴിച്ചു. ഇതെല്ലാം കഴിഞ്ഞു. പിന്നെയും ഗുസ്തി ഫെഡറേഷൻ അവസാനം ബ്രിജ് ഭൂഷണെ മാറ്റിയെങ്കിൽ പോലും വീണ്ടും അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് നടത്തി അയാളുടെ ബനാമികളെ അവിടെ കൊണ്ട് പ്രതീക്ഷിച്ചു. കാരണം അപ്പോൾ ഇപ്പോഴും അയാളാണ് അതിൻ്റെ തലപ്പത്ത്, അയാൾ തീരുമാനിക്കും. കാരണം ഈ പെണ്ണുപിടിയന്മാരെയൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇതിൽ കൊണ്ടുവെക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. നമ്മുടെ പെൺകുട്ടികൾ ഗുസ്തി പഠിക്കുന്ന അല്ലെങ്കിൽ ഇതേപോലെ ഉള്ള ആ മേഖലകളിലേക്ക്, ഗെയിംസിലേക്ക്, സ്പോർട്സിലേക്കൊക്കെ കടന്നു വരുന്ന പെൺകുട്ടികൾ അനുഭവിക്കേണ്ട ദുരിതങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കണം. ഈ വൃത്തികെട്ടവന്മാരെ കൊണ്ട് ഇതിൻ്റെ തലപ്പത്ത് വെക്കുകയാണ്. ക്രിക്കറ്റ് അസോസിയേഷൻ നമ്മൾ കണ്ടതാണ്, അവിടുത്തെ ഒരു കോച്ചിനെ നമ്മൾ കണ്ടതാണ് അവനെ പ്രതീക്ഷിച്ച് വച്ചേക്കുന്നത് കേട്ടോ. അതായത് ഈ പീഡന വീരന്മാരെയാണ് ഇതിനകത്തൊക്കെ വേണ്ടത്. കാരണം ഇത് പുറത്തു പറയത്തില്ല. പുറത്തു പറഞ്ഞു കഴിഞ്ഞാലുള്ള കുഴപ്പം, അവർ പിന്നെ ടീമിൽ കാണത്തില്ല, അല്ലെങ്കിൽ അവരുടെ ഭാവി, ആ ഗെയിംസിലെ ഭാവി അതോടുകൂടി നശിക്കുകയാണ്. അത് ഭയന്ന് പലരും പറയത്തില്ല. പക്ഷേ ഇത്രത്തോളം അസാമാന്യ പ്രതിഭയായിരുന്ന വിനേഷ് അതിനുള്ള ധൈര്യം കാണിച്ചു. വിനേഷ് ഫോഗട്ട് ആ സമരം നയിച്ച ആളാണ് യഥാർത്ഥത്തിൽ ബ്രിജ് ഭൂഷണെതിരെ. അത് വലിയ പ്രയോജനമൊന്നും ചെയ്തെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നിട്ട് കാരണം അധികാരികളുടെ കണ്ണ് തുറപ്പിക്കാൻ അത് പര്യാപ്തമായില്ല. അന്ന് ശ്രീ നരേന്ദ്രമോദിയൊക്കെ, അതായത് ബേട്ടി ബച്ചാവോ എന്ന് പറയുന്ന ആള് എവിടെ പോയിരുന്നു എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതാണ്. മിണ്ടിയിട്ടില്ലല്ലോ ഇതിനെ സംബന്ധിച്ച്, വാ തുറന്നില്ല, ഒരു അക്ഷരം സംസാരിച്ചിട്ടില്ല. ആ പീഡന വീരനെ അവിടെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് വീണ്ടും. ഇപ്പോൾ യഥാർത്ഥത്തിൽ അവര് അതായത് ഈ ഗുസ്തി ഫെഡറേഷനെ തന്നെ അയോഗ്യത കൽപ്പിച്ചിട്ട് പോലും സമയമായപ്പോൾ ഉണ്ട് അവിടെ ചെന്നേക്കുന്നത് ആ ഒളിമ്പിക് ഗ്രാമത്തിൽ. അതിൻ്റെ ആളുകൾ എന്തിനാണെന്നുള്ളത് അന്വേഷിക്കേണ്ടതാണ്. ഇവിടെ പ്രതിപക്ഷം, അതായത് ഈ പ്രതിപക്ഷം ഈ പെൺകുട്ടിക്ക് വേണ്ടി പാർലമെന്റിൽ, അതായത് രാജ്യസഭയിലും ലോക്സഭയിലും ഒക്കെ അവർ ശബ്ദിച്ചപ്പോൾ ആ ശബ്ദത്തിനെ അടിച്ചമർത്താൻ നോക്കുകയാണ് അവിടെ. ആ പെൺകുട്ടി കോൺഗ്രസ്സുകാരിയൊന്നുമല്ല, അല്ലെങ്കിൽ അതേപോലെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമൊന്നുമല്ല. അത് ഒരു ഗുസ്തി താരമാണ്. അതിനെ ഇത്രത്തോളം ഉപദ്രവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സംഭവിച്ച, അതിൻ്റെ ഇടയിൽ ഒരുപാട് പരിക്കുകളൊക്കെ ഇതിന് വന്നിട്ടുണ്ട്. കാൽമുട്ടിലെ ശസ്ത്രക്രിയ പോലും നടത്തേണ്ടതായിട്ടൊന്ന്, കാൽമുട്ടിനൊക്കെ ശസ്ത്രക്രിയ നടത്തിയിട്ട് ഗുസ്തിയിലേക്ക് ഒരാൾ തിരിച്ചു വരിക എന്ന് പറയുന്നത് വളരെ റെയറായിട്ടുള്ള സംഭവമാണ്. സാധാരണഗതി സംഭവിക്കുന്ന ഒരു കാര്യമല്ല. പക്ഷേ ഇതിൻ്റെ നിശ്ചയദാർഢ്യം ഉണ്ടല്ലോ, അതുപോലാണ്. അപ്പോൾ അതിന് 53 കിലോഗ്രാം വിഭാഗത്തിൽ മത്സരിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടിയാണിത്. അപ്പോൾ 53 കിലോഗ്രാമിൽ മത്സരിക്കാനായിട്ട് പങ്കൽ എന്ന് പറയുന്ന ഒരു ഗുസ്തി താരത്തിനെ അങ്ങ് തിരഞ്ഞെടുത്തു നോക്കി. അപ്പോൾ ഇതിന് സീറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ന്യായമായിട്ട് ഇതിന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നിശ്ചയദാർഢ്യമാണ് അത് കാണുന്നത്. അത് 50 കിലോഗ്രാമിലേക്ക് മാറേണ്ടതായിട്ട് വന്നു. അതിൻ്റെ ശരീരം 55 കിലോഗ്രാം തൂക്കം ഉണ്ടായിരുന്ന പെൺകുട്ടി 5 കിലോഗ്രാം കുറച്ചതാണ്, വെയിറ്റ് കുറച്ചു.
വെയിറ്റ് കുറച്ചതിന് മാത്രമല്ല, വെയിറ്റ് കുറച്ച് കഴിഞ്ഞിട്ട് അത് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യണം. വലിയ ബദ്ധപ്പാടാണ്. യഥാർത്ഥത്തിൽ കോച്ചും ഡയറ്റീഷ്യനും വളരെയധികം നോക്കേണ്ടതാണ്. കാരണം ഒരു 10 ഗ്രാം കൂടിയാൽ പോലും അറിയുന്ന ബാലൻസ് നമുക്ക് ഇപ്പോൾ കിട്ടണം. ഇലക്ട്രോണിക് ബാലൻസ് എപ്പോഴും കിട്ടുന്നതാണ്. അത് ഇവരൊക്കെ കൊണ്ടു നടക്കുന്നതാണ്. അപ്പം ഈ കുട്ടിക്ക് 100 ഗ്രാം തൂക്കം വന്നു എന്നുള്ളതാണ് അധികം. 100 ഗ്രാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുടി എന്നിട്ട് അത് വെട്ടി മുറിച്ചു. അത് പോരാ. എൻ്റെ അഭിപ്രായത്തിൽ അത് ബോയ് കട്ടങ്ങ് നടത്തിയാൽ മതിയായിരുന്നു കേട്ടോ. ഇതൊന്നും അല്ല. ഇതിനെ മനഃപൂർവ്വം ഇതിലെ അയോഗ്യയാക്കാൻ വേണ്ടി ഉള്ള ശ്രമങ്ങൾ നടന്നു എന്നുള്ളത് ഏതാണ്ട് പരസ്യമായ ഒരു രഹസ്യമാണ്. സംശയമൊന്നുമില്ല. കാരണം അത് അത്രത്തോളം എന്നിട്ട് ഇത് വൈരാഗ്യമുണ്ട്. ഈ കുട്ടി ജയിച്ചു കഴിഞ്ഞപ്പോൾ, അതായത് ഈ സെമി ഫൈനലിൽ ഇത് ജയിച്ച് ഫൈനലിലേക്ക് കയറുകയാണ്. അപ്പോൾ അതിന് തൂക്കമൊക്കെ കറക്റ്റാണ്, ഒരു പ്രശ്നവുമില്ല, ഉണ്ട്, തൂക്കം കറക്റ്റാണ്. അതിന് വെള്ളി മെഡൽ അല്ലെ സ്വർണ്ണ മെഡൽ ഉറപ്പാണ്. വെള്ളി മെഡലല്ല, സ്വർണ്ണ മെഡൽ കിട്ടും. അമേരിക്കൻ താരമാണ് മത്സരിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസം ഒരുപാട് വലിയ വ്യത്യാസമാണല്ലോ. പരസ്പരം കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും വ്യത്യാസം ഒരുപാട് വലുതാണ്. ഇതേപോലുള്ള 2 കാര്യങ്ങളൂടെ കാണാനിടയായി. അതായത് 2 ബോക്സിംഗ് മത്സരങ്ങളിൽ ഇന്ത്യയുടെ ഒരു പുരുഷ താരവും ഒരു വനിതാ താരവും. ആ പുരുഷ താരത്തിൻ്റെ ആണെന്നുണ്ടെങ്കിൽ യഥാർത്ഥ എതിർഭാഗത്തിന് ഒരുപാട് ഇടി എതിരാളിക്ക് കിട്ടിയതാണ്, ധാരാളം. എന്നിട്ട് പോലും അവസാന റൗണ്ടിൽ ആ താരം ജയിച്ചതായിട്ട്, അതായത് എതിർഭാഗം താരം ജയിച്ചതായിട്ട് കാണിച്ച് ജഡ്ജിമാർ വിധി എഴുതി. കാരണം എന്താ? ഇന്ത്യക്കാരനാണ്. ഇന്ത്യക്കാരോടുള്ള ഒരു യഥാർത്ഥത്തിലെ ഒരു വലിയ ഇന്ത്യക്കാരെ തഴയാനുള്ള ഒരു വ്യഗ്രത അതിലുണ്ടെന്നുള്ളത് സത്യമാണ്. മറ്റോ വെള്ളക്കാരനാണ്, അതാണ് പ്രശ്നം. വന്നു, അവന് കൊടുത്തു. ഈ പയ്യൻ അനങ്ങാതെ വന്നു. അവസാനം വരെ അവൻ വിചാരിച്ചത് അവൻ്റെ കൈ പൊക്കുമെന്നാണ്. അവസാന നിമിഷമാണ് മാറിയത്. മറ്റവന് പോലും വിശ്വാസമില്ല. അവന് എഴുന്നേറ്റ് നിൽക്കാൻ പോലുള്ള ആരോഗ്യമില്ല എതിരാളി. അവൻ തറയിൽ ഇരുന്നത്, അവൻ കരഞ്ഞോണ്ടിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല. അവൻ കുനിഞ്ഞ് കിടന്നുപോയി തറയിൽ. അത് നമസ്കരിച്ചൊന്നുമല്ല, അത് വയ്യാത്തതാണ്. അതുപോലെ ഇടി കിട്ടി. അതേപോലാണ് പെൺകുട്ടികളുടെ മത്സരത്തിൽ വന്നപ്പോഴും ഒരെണ്ണത്തിൽ വന്നു. ആ കുട്ടി ജയിക്കും എന്നുള്ള ഒരു നിലപാട് വന്നു കഴിഞ്ഞപ്പോൾ അവസാനം അതിനും എതിരെ ചെറിയ പോയിന്റിന്റെ വ്യത്യാസത്തിൽ അതിനെ തോൽപ്പിച്ചു. അങ്ങനെ പോയി. ഇത് ഞാൻ കണ്ടത്. ഇത് കണ്ടതോടുകൂടി തന്നെ ഞാൻ അതുവരെ ഈ ഒളിമ്പിക്സിന്റെ എല്ലാ മത്സരങ്ങളും ഇരുന്ന് ഞാൻ മുഴുവൻ കാണുന്നതാണ്. അപ്പോൾ ഇതോടുകൂടി തന്നെ എൻ്റെ മനസ്സങ്ങ് പിടിച്ചു. പിന്നെ ഞാൻ വിചാരിച്ച് കാണണ്ട. അപ്പോൾ നോക്കിയപ്പോൾ ഈ കുട്ടിക്ക് ഇതേപോലെ സംഭവിച്ചു. പിന്നെ അതോടുകൂടി ഞാൻ ഇന്ന് ഇത് കണ്ടിട്ടേ ഇല്ല. ഇന്ത്യ ഒളിമ്പിക്സ് ഹോക്കിയിലെ വെങ്കലം നേടിയത് പോലും ഞാൻ കാണാനിരുന്നില്ല. കാരണം എനിക്ക് അത്രയും വിഷമം വന്നു ഇതിനകത്ത്. അത്രയും ബുദ്ധിമുട്ട് വന്നു ഈ പെൺകുട്ടിക്ക്. ഈ ദുര്യോഗം വന്നപ്പോൾ ഇത് വെറുതെ വന്നതൊന്നുമല്ല, ഇതറിയാൻ വയ്യാതെ വന്നതൊന്നുമല്ല. ഈ 100 ഗ്രാം അതിൻ്റെ തൂക്കം മെയിൻറ്റെയിൻ ചെയ്യാൻ ഇവർക്ക് പറ്റാതെ വന്നതൊന്നുമല്ല. ഇതിൻ്റെ പുറകിൽ ഒരുപാട് ചതിയും വഞ്ചനയൊക്കെ ഉണ്ട്, അതിന് സംശയമൊന്നുമില്ല. അത് ശരിയായ ഒരു അന്വേഷണം നടത്തി കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. പിന്നെ അത് അന്വേഷണം നടത്തിയാൽ എന്താണ്, ഇതിൻ്റെ പുറകിൽ ആരാണെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഇത് ഫൈനലിൽ കയറിയല്ലോ, അപ്പോൾ ഇന്ത്യക്കൊരു സ്വർണം അല്ലെങ്കിൽ ഒരു വെള്ളി ഉറപ്പാണ്. എന്നിട്ട് പോലും വെങ്കലം കിട്ടുന്ന ആളുകളെ, വെങ്കലത്തിന് മത്സരിക്കുന്ന ആളുകളെ കുറിച്ച് വലിയ പരസ്യവും വളരെ വലിയ പ്രഖ്യാപനങ്ങളും അങ്ങ് നടത്തുകയാണ്. അതാണ് ഇതാണിത്. ഈ കുട്ടിക്ക് ഇത് ഇത്രയും ആയിട്ട് ഫൈനലിൽ പ്രവേശിച്ചപ്പോൾ ഈ രാഷ്ട്രീയ നേതൃത്വമൊക്കെ എവിടെ പോയിരുന്നു? പ്രധാനമന്ത്രി എവിടെ ആയിരുന്നു? അതിനെ ഒന്ന് അഭിനന്ദിക്കാനില്ലായിരുന്നല്ലോ, മിണ്ടിയില്ലല്ലോ. അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ്, അതായത് ഇതിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞപ്പോഴാണ് നീ അതിജീവനത്തിൻ്റെ പ്രതീകമാണ്. ശരിയാണ്, അതിജീവനത്തിൻ്റെ പ്രതീകമാണ്. കാരണം ഇത്രത്തോളം ബുദ്ധിമുട്ടുകളെ മറികടന്ന്, കേട്ടോ, എതിർപ്പുകളെ മറികടന്ന് ഈ കുട്ടി നേടിയെടുത്ത ഒരു കാര്യമാണ് ഫൈനലിലേക്കുള്ള പ്രവേശനം എന്ന് പറയുന്നത്. അതിന് യഥാർത്ഥത്തിൽ അതുവരെ അതിനൊരു കുഴപ്പമില്ല എന്നും പരിശോധിക്കുന്നതാണ്. പക്ഷെ അവസാനം ഈ 100 ഗ്രാം തൂക്കം കൂടേണ്ടതായിട്ട് വന്നു. അതെങ്ങനെ വന്നു എന്നുള്ളത് പറയേണ്ടത് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ ഉണ്ടല്ലോ, അതിൻ്റെ തലപ്പത്ത് പി ടി ഉഷയൊക്കെ അല്ലേ ഇരിക്കുന്നത്. പി ടി ഉഷയൊക്കെ ഇപ്പോൾ രാഷ്ട്രീയക്കാരിയായിപ്പോയി. ഇപ്പോൾ മോഹം മാത്രമേ ഉള്ളവർക്കൊക്കെ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഒരു കാലത്ത് നല്ല വലിയൊരു കായിക താരമായിരുന്നല്ലോ. പക്ഷേ
ഈ പെൺകുട്ടിയുടെ ഈ കാര്യം നോക്കാൻ പറ്റില്ല. എന്തിനാ പിന്നെ ഇതിനകത്ത് ഇരിക്കുന്നത്? ഇവരെയൊക്കെ ശമ്പളം വാങ്ങി, എല്ലാ പെർക്വിസിറ്റ്സും വാങ്ങി, എല്ലാം കിട്ടിയിട്ട് അത് എന്തിനാ അവിടെ ഇരിക്കുന്നു? ഇതൊക്കെ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, ആലോചിക്കേണ്ടത്. ഈ 100 ഗ്രാം തൂക്കം അത് യഥാർത്ഥത്തിൽ ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു കണ്ണീരായിപ്പോയി അതിൻ്റെ ജീവിതം. അത് അതുപോലെ മനസ്സ് മടിച്ചതാണ്. അത് ഇനി തിരിച്ചു വരണമെന്ന് ഗുസ്തി ഫെഡറേഷൻ്റെ തലപ്പത്തുനിന്ന് ഉള്ളവർ ഇപ്പോൾ ചോദിച്ചേക്കുന്നത്, തിരിച്ചു വരണമെന്ന്, തീരുമാനം മാറ്റണമെന്ന്. തീരുമാനം മാറ്റി എന്ത് ചെയ്യാനാണ്? അതിന് തീരുമാനം മാറ്റാൻ അതിനെ മനഃപൂർവ്വം ഒഴിവാക്കാൻ വേണ്ടി 53 കിലോഗ്രാം വിഭാഗത്തിലേക്ക് വേറെ ഒരു പെൺകുട്ടിയെ കയറ്റിവിട്ടു. അപ്പം ഇതിനെ ഒഴിവാക്കാനാണ്. അങ്ങനെ വന്നപ്പോൾ ഇത് 50 കിലോഗ്രാമിൽ മത്സരിക്കാമെന്ന് തീരുമാനിച്ചു. വേറെ നിവർത്തിയില്ല. അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു നേതാവ്, ഞാൻ ആ പേരൊന്നും പറയുന്നില്ല ആളിൻ്റെ ഒന്നും, പറഞ്ഞെന്താണെന്നറിയോ? മോദിജിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചിട്ടും ഒളിമ്പിക്സിലേക്ക് അവരെ അയച്ച് എല്ലാ ചെലവുകളും കൊടുത്ത് ഒളിമ്പിക്സിലേക്ക് അയച്ച ഗവൺമെൻറ്റാണിത് എന്നാണ് പറഞ്ഞേക്കുന്നത്. വലിയ നേട്ടമാണല്ലോ. എന്നിട്ട് അതിൻ്റെ പുറകെ പോയി അതിനെ തോൽപ്പിക്കുകയും ചെയ്തു. ഒന്ന് ആലോചിച്ചാൽ മതി. അതിന് വിടത്തില്ല. ഇത് വൈരാഗ്യം തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. അതിന് തെളിവ് വേണം. ഇല്ലാത്തതായതുകൊണ്ട് നമുക്ക് പറയാം കാരണമാണെന്ന് സംശയിക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ടെന്ന് മാധ്യമങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിന് എനിക്കിതിനെക്കുറിച്ച് അറിഞ്ഞുകൂടെ പറയാൻ വൈരാഗ്യം ഉണ്ടോ ഇല്ലോ, പക്ഷെ വൈരാഗ്യം ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. ആ ബ്രിജ്ഭൂഷൺ എന്നൊക്കെ പറയുന്ന ആള് ഒക്കെ ഇത് ഇത്രയും ആയിട്ടും, ഇത്രയും നാണം കെട്ടിട്ടും ഒരു പ്രശ്നമല്ലല്ലോ. ആ നാണം കെട്ടുന്നവരെ ചുമക്കുന്നവരാരാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അവരെ ചുമക്കുന്നവർ നാറത്തില്ലേ? അതൊന്ന് ചിന്തിച്ചാൽ മതി. അങ്ങനെയുള്ളപ്പോൾ ഈ പെൺകുട്ടി ഈ ഫൈനലിലേക്ക് കടന്നിട്ട് അതിനെ അന്ന് ഒരു ആശംസ, ഇന്ത്യക്ക് സ്വർണം കിട്ടാൻ പോകുന്നു, നീയാണ് അത് ഒന്നും പറഞ്ഞില്ലല്ലോ, ഒന്നും വേണ്ടിയില്ല, അനങ്ങിയില്ല, ഒരു പ്രശംസ അന്നില്ല. ഇതങ്ങ് വെളിയിലായി കഴിഞ്ഞപ്പോൾ, പോയി കഴിഞ്ഞപ്പോൾ, ഇതാണോ രാജ്യത്തോട് ചെയ്യേണ്ട കാര്യം? ഇതാണോ രാജ്യസ്നേഹം എന്ന് പറയുന്നത്? ഇതാണോ നമ്മുടെ രാജ്യത്തിന് ഒരു മെഡൽ? എനിക്ക് വളരെ വലിയ വേദനയുണ്ട് ആ കുട്ടിക്ക് മെഡൽ കിട്ടാതെ പോയതിൽ. കാരണം ഇന്ത്യക്ക് കിട്ടേണ്ട ഏറ്റവും വലിയൊരു അംഗീകാരമാണ്. ആദ്യമായി ഒരു ഗുസ്തി താരത്തിന് അത് ഫൈനലിലേക്ക് കിടക്കുന്ന ആദ്യമാണ്. ഒരു വനിതാ ഗുസ്തി താരം ഫൈനലിൽ കിടക്കുന്നത് ആദ്യമാണ്. മാത്രമല്ല ഈ ഗുസ്തി താരങ്ങൾ തന്നെ ഇന്ത്യ ഗുസ്തി രംഗത്തേക്ക് ഒരുപാട് നല്ല ലോറൽസോടുകൂടി കടന്നു വന്ന ഒരു രാജ്യമാണ്. പക്ഷേ അത് മുഴുവൻ പോയി കഴിഞ്ഞു. കാരണം അവരുടെയൊക്കെ, അതായത് മുഴുവൻ അവരെ മുറയിൽ തകർന്നു പോയി എല്ലാവരുടെയും, എല്ലാ ഗുസ്തി താരങ്ങളുടെ. കാരണം അവർ റോഡിൽ കടന്ന് സമരം ചെയ്തു, മെഡലുകൾ ഉപേക്ഷിച്ചു, അവര് തെരുവിൽ വലിച്ചെറിഞ്ഞു. കാരണം ഇതെല്ലാം എന്തിനാണ്? പെൺകുട്ടികളുടെ മാനം രക്ഷിക്കാൻ വേണ്ടിയാണ്. അതെങ്കിലും കരുതണ്ടായിരുന്നു. അതൊന്ന് നോക്കിയിരുന്നെങ്കിൽ, അതിന് വേണ്ടി ഇതിന്റെ തലപ്പത്തിരിക്കുന്ന ഇതുപോലെ പീഡനവീരന്മാര് ഉണ്ടെങ്കിൽ അവരെ ഏത് മേഖലയിലായാലും അവരെ അടിച്ച് ദൂരെ കളയണം. അതിന് പകരം അവനെ വിചാരിച്ചാൽ 4 വോട്ട് അധികം കിട്ടും എന്ന് വിചാരിക്കുന്നതാണോ വേണ്ടത്? നമ്മുടെ പെൺകുട്ടികളുടെ മാനമല്ലേ ഏറ്റവും വലുത്? അതാദ്യം ചിന്തിക്കണം. അത് ഗവൺമെൻറ് ആയാലും ആരായാലും ചിന്തിക്കേണ്ട കാര്യമാണ്. ആ മാനത്തിന് വേണ്ടി യുദ്ധം ചെയ്ത, സമരം ചെയ്ത ഈ ധീരയായ പെൺകുട്ടി കണ്ണീരോടുകൂടി ആശുപത്രിയിൽ ഇന്ന് കിടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വളരെ ദുഃഖകരമായ സംഭവമായിപ്പോയി. ഇന്ത്യക്ക് തന്നെ, അതായത് യഥാർത്ഥത്തിൽ സമയത്ത് അപ്പീൽ പോലും കൊടുത്തില്ല എന്നുള്ളതാണ് അതിന്. അപ്പം അതിൻ്റെ പുറകിലുള്ള കള്ളക്കളി നമുക്ക് അറിയാമല്ലോ എന്താണെന്ന്. ഇതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് സമയത്ത് അപ്പീൽ പോലും കൊടുത്തില്ല, ആ സമയത്ത് കൊടുക്കേണ്ട സമയത്ത്. അതാണ് കാര്യം. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഇത് വേറെ രാജ്യത്ത്, ഇപ്പോൾ അമേരിക്കയോടാണെങ്കിൽ ഇങ്ങനെ നടക്കും. ഒരിക്കലും അവിടെ ഒന്നും ഇങ്ങനെ ചെയ്യത്തില്ല. അവിടെ അവർ സ്പോർട്സും ഗെയിംസും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എല്ലാമാണ്. ചൈനയുടെ ആയാലും അമേരിക്കയുടെ ആയാലും ഭാഗത്തൊക്കെ അതാണ്. ഇവിടെ ഒരു വെങ്കലം കിട്ടി, അത് മതി. ഇവിടെ സ്വർണ്ണമൊന്നും വേണ്ട ആൾക്ക്, കേട്ടോ. ആ സ്വർണം കിട്ടേണ്ട പെൺകുട്ടിയായിരുന്നു. ഈ സുവർണകുമാരി തോറ്റ് കണ്ണീരോടെ മടങ്ങിയതിൽ വളരെ അതിയായ ദുഃഖമുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കണം. അതിനെ പുറകെ പോയി തോൽപ്പിച്ചതാണോ അല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. എനിക്കറിയില്ല.